മിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ. നാം ഉണ്ണീശോയുടെ കുഞ്ഞുങ്ങൾ എന്ന ചിന്തയിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ശിശുക്കൾ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാകുന്നു. കുഞ്ഞുങ്ങളെ പറ്റി ബൈബിളിൽ കാണുന്ന ഏറ്റവും സുന്ദരമായ വാക്കുകളാണവ. സ്വർഗത്തിന്റെ അവകാശികളായി യേശു പ്രഖ്യാപിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്, ഒപ്പം കുഞ്ഞുങ്ങളുടെ മനസ്സുള്ളവരെയും. എന്നാൽ കുഞ്ഞുങ്ങളാകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിഷ്കളങ്കതയും നിസ്സീമമായ സ്നേഹവും കൗതുകപൂർണമായ ഉത്സവമാണ് കുഞ്ഞുങ്ങളുടെ സവിശേഷതകൾ. ഈ ഗുണങ്ങൾ എന്നും നാം നിലനിർത്തണമെന്നാണ് ഈശോ നമ്മോട് പറയുന്നത്. ഈശോ നാം ഓരോരുത്തരെയും അവിടുത്തെ കുഞ്ഞുങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ വാത്സല്യത്തോടെയും മറ്റു ചിലപ്പോൾ കോപത്തോടെയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം ശകാരിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ അപ്പനും അമ്മയും ഇങ്ങനെ തന്നെയല്ലേ? ഒരിക്കൽ കാറ്റഗിസം ക്ലാസ്സിൽ പോകാൻ എനിക്ക് മടിയായിരുന്നു. അന്ന് വയ്യാറ് വേണ്ടാണെന്ന് കള്ളം പറഞ്ഞ് അമ്മയുടെ അടുക്കൽ ചെന്നു. അമ്മ അപ്പോൾ തന്നെ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരികയും വാത്സല്യത്തോടെ എന്നെ കുടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം വാത്സല്യത്തോടെ പറഞ്ഞു, ഇനി കാറ്റഗിസം ക്ലാസ്സിൽ പോയിക്കോളൂ. അമ്മയ്ക്കറിയാമായിരുന്നു എനിക്ക് മടിയായിരുന്നു എന്ന്. എന്നിട്ടും ദേഷ്യപ്പെടാതെ വാത്സല്യത്തോടെ എന്നെ തിരുത്തി. ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ ഈശോ. നമ്മുടെ തെറ്റുകളെ കണ്ടില്ലെന്ന് മടിക്കും, നമ്മെ കൂടുതൽ സ്നേഹിക്കും. മറ്റൊരു അനുഭവം കൂടിയുണ്ട്. ഞാൻ എന്റെ ചേട്ടനുമായി തല്ലു പിടിക്കും. എന്നിട്ട് ചേട്ടനാണ് തല്ലു തുടങ്ങിയെന്ന് അപ്പയോട് പറയും. അപ്പ ഞങ്ങൾ രണ്ടുപേരോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരെയും വറക്ക് കഴിയും. കുറച്ചു കഴിഞ്ഞ് സ്നേഹത്തോടെ ഒരു ഉമ്മയും തരും. ഇങ്ങനെ ഒരു ഭാവവും നമ്മുടെ ഈശോയ്ക്കുണ്ട്. ചില സമയങ്ങളിൽ സഹനങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നാറില്ലേ നമ്മൾ ചെയ്ത ഏതോ തെറ്റിന് ദൈവം ശിക്ഷിക്കുകയാണെന്ന്? അതെ, നമ്മുടെ മാതാപിതാക്കളെ പോലെ നമ്മളെ ഏറ്റവും നല്ലവണ്ണം അറിയുന്ന പിതാവാണ് നമ്മുടെ ഈശോ. നാം അവിടുത്തെ കുഞ്ഞുങ്ങളും. കുഞ്ഞുങ്ങളുടെ മനസ്സ് ശരിക്കും അറിയുന്ന വ്യക്തിയാണ് നമ്മുടെ ഈശോ. കാരണം ഏതൊരു രൂപത്തിലും ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാമായിരുന്നെങ്കിലും ഒരു കുഞ്ഞായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ അവതരിച്ചത്. ഒരു കുഞ്ഞിന്റെ എല്ലാ മനോഭാവങ്ങളും ഈശോയുടെ ജീവിതത്തിൽ ദൃശ്യമായിരുന്നു. അതുകൊണ്ടാണ് നാമും കുഞ്ഞുങ്ങളായിരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ക്രിസ്മസ് കാലത്ത് നമ്മെപ്പോലെ കുഞ്ഞായി പിറന്നാൽ ഈശോയ്ക്ക് നൽകാൻ പറ്റിയ സമ്മാനം എന്താണ്? ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാം. നമ്മുടെ സ്നേഹവും കാരുണ്യവുമാകട്ടെ ഈശോയ്ക്ക് സമ്മാനമായി നൽകാൻ പറ്റിയ സ്വർണവും നിറയും കുന്തിരിക്കവും. കൂട്ടുകാരെ, നമുക്ക് വളരാം കുഞ്ഞുങ്ങളായി, ജീവിക്കാം കുഞ്ഞുങ്ങളായി. ഏവർക്കും ക്രിസ്മസിന്റെ നന്മകൾ നേരുന്നു. നന്ദി.